just now promoted as Pastor Rajesh. ഇപ്പോൾ പാസ്റ്റർ ആയി പ്രൊമോട്ടഡ് ആയി. I never ever thought something like that will happen. ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. Because in Kerala, കാരണം കേരളത്തിൽ, in fact I've seen in other states there are pastors, women pastors. ഞാൻ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ പാസ്റ്റേഴ്സ് ആകുന്നത്. But in Kerala that is not the usual trend. എന്നാൽ കേരളത്തിൽ അത് വളരെ സാധാരണമായ ഒന്നല്ല. And this was not at all in my plan. ഇതൊരിക്കലും എന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒന്നല്ല. But yes, I wanted to be used for God. എന്നാൽ കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടണം എന്ന് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. And I know that it is a title. എനിക്കറിയാം ഇത് വെറും ഒരു ടൈറ്റിൽ മാത്രമാണ്. But that title, if it has to fall on you, God has to think about it. എന്നാൽ ആ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് അത് തീരുമാനിച്ചാൽ മാത്രമേ നടക്കൂ. Why am I saying this? എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? It is not to boast about my achievements. ഞാൻ എന്റെ നേട്ടങ്ങളെ കുറിച്ച് നിങ്ങളോട് പുകഴ്ത്തി പറയുന്നതല്ല. But I want to tell you that behind this was a journey which I can't even pen down. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപേ വലിയൊരു യാത്ര എനിക്കുണ്ടായിരുന്നു. And there is a big journey that is awaiting ahead of us. നമുക്ക് മുൻപിലും ഒരു വലിയ യാത്ര നിൽക്കുന്നുണ്ട്. I believe that thousands and thousands of people are going to flow into KFM International Church. ഞാൻ വിശ്വസിക്കുന്നു ആയിരക്കണക്കിന് വ്യക്തികൾ ഈ KFM ഇന്റർനാഷണൽ സഭയിലേക്ക് കടന്നു വരുവാൻ പോകുന്നു. We are located at Flamingo Inn. Right now we are going live from Flamingo Inn. നമ്മൾ ഇന്ന് ഈ ലൈവ് ആരാധന നടത്തുന്നത് ഫ്ലെമിംഗോ ഇന്നിൽ വെച്ചാണ്. This hotel is on the Kazhakuttam highway. കഴക്കൂട്ടം ഹൈവേയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. And we are surrounded by different IT companies and clubs and lot of things around. നമുക്ക് ചുറ്റും ഒത്തിരി IT കമ്പനികളും ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്. And I myself work for a full-time job. ഞാനൊരു ഫുൾ ടൈം ജോലിയിലായിരിക്കുന്നു. And I get to see the brokenness that is there out in those organizations and the people I come across. ഞാൻ ദിവസവും കാണുന്ന വ്യക്തികളിലൊക്കെയും ഈ തകർന്നു നുറുങ്ങിയുമായിരിക്കുന്ന അവസ്ഥകൾ ഞാൻ എന്നും കാണാറുണ്ട്. And that is the main reason why I always used to pray, God, give me an opening to reach out. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. കർത്താവെ, അവരിലേക്കൊക്കെ എത്തിച്ചേരുവാൻ എനിക്ക് അങ്ങ് ഒരു പുതിയ തുടക്കത്തെ നൽകണം. I don't want the perfect ones. എനിക്ക് എല്ലാം തികഞ്ഞവരെ ഒന്നും വേണ്ട. But bring to us the rejected ones. കർത്താവെ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവരെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരണം. And I know a faithful God. എനിക്കറിയാം നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം, who calls the rejected, തിരസ്കരിക്കപ്പെട്ടവരെ വിളിച്ച് വേർതിരിച്ച ദൈവം. He transformed them to heal the rejected ones. അവൻ ഈ തകർന്നു നുറുങ്ങിയും തിരസ്കരിക്കപ്പെട്ടവരെയും രൂപാന്തരപ്പെടുത്തി അനേകരെ അതുപോലെ രൂപാന്തരപ്പെടുത്തുന്നവരാക്കി മാറ്റി. That's why I have named this program itself as Healed to Heal. അതുകൊണ്ടാണ് സൗഖ്യമാക്കപ്പെട്ടവരാൽ സൗഖ്യമാക്കുന്നു എന്ന ഒരു തലക്കെട്ട് ഈ ഇതിന് നൽകിയത്. I am healed. ഞാൻ സൗഖ്യമാക്കപ്പെട്ടവളാണ്. To heal. മറ്റുള്ളവരെ സൗഖ്യമാക്കുന്നതിനു വേണ്ടി. You are healed. നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുകയാണ്. To heal. മറ്റുള്ളവരെ സൗഖ്യമാക്കുക. And this is something that is a prophetic word over your life. ഇത് കർത്താവിൽ നിന്നുമുള്ള ഒരു പ്രവചനിക ശബ്ദമാണ്. Today I want to take your eyes to Isaiah chapter 42 verse 3. യെശയ്യാവ് 42 അധ്യായം 3 വാക്യം. It says, a bruised reed he will not break, and faintly burning wick he will not quench. He will faithfully bring forth justice. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തി കളകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. So here what it means is that something is already broken. ഇവിടെ പറയുന്നത് തകർന്നും നുറുങ്ങിയും പെട്ടിരിക്കുന്ന ചിലത്. You know, when we as, if we look at a society, നാം ഇന്ന് സമൂഹത്തിൽ നോക്കുമ്പോൾ we have lot of good things happening in our life. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. We have many people with us. നമുക്ക് ചുറ്റും ഒത്തിരി ആളുകളുണ്ട്. Today I was just arguing with one of our children. ഞാനിന്ന് നമ്മുടെ ഒപ്പമുള്ള ഒരു കുട്ടിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. In fact I was a little I would rather say
we have multiple branches. നമുക്ക് ഒത്തിരി ബ്രാഞ്ച് സഭകളുണ്ട്. We have 7 branches in total church. 7 സഭകളുണ്ട് നമുക്ക്. And today we had lot of on and off, lot of things that were not going right when we were planning to travel to this place. ഇന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോയിരുന്നു. And I was just telling one of the youngsters, ഞാൻ നമ്മുടെ യൗവനക്കാരിൽ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. I was telling him, you go to the place where lot of people are there, you don't come here. ഒത്തിരി ആളുകളുള്ള സ്ഥലത്തോട്ട് പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞു. At that point I just said like that, but he came. ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് കടന്നു വരാൻ ഇടയായി തീർന്നു. What I meant to say is that as we are growing, or as we are, people would want to be with that which is flourishing. ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിച്ചത് എന്തെന്നാൽ, നാം ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഭയങ്കര വളർച്ചയുള്ള ഒത്തിരി ആളുകളുള്ള സ്ഥലത്തേക്ക് പോകുവാനാണ് പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത്. Or where there is everything good happening. എല്ലാം നല്ലതായി ഇരിക്കുന്ന സ്ഥലത്ത് നിൽക്കുവാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. But when we are small, എന്നാൽ നാം ചെറുതായിരിക്കുമ്പോൾ, when we have little, നമുക്ക് കുറച്ച് മാത്രമുള്ളപ്പോൾ, not many people would be with us. ഒത്തിരി പേരൊന്നും നമ്മുടെ ഒപ്പം ഉണ്ടാകുകയില്ല. But I must tell you that those who are with these little beginnings, they will grow with the growth. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ചെറിയ തുടക്കങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അതിന്റെ വളർച്ചയോടൊപ്പം തന്നെ വളരുവാനിടയായി. That is also God's plan. അതും കർത്താവിന്റെ പദ്ധതിയാണ്. God has to choose them. കർത്താവ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. And God will flourish them. കർത്താവ് തന്നെ അവരെ പ്രസിദ്ധമാക്കും. I have, there's an auntie who comes to our house. ഒരു ആന്റി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാറുണ്ട്. And this auntie had some issue with the bank. ബാങ്കില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ആന്റിക്ക്. So I went with her to the bank once. ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ആ ആന്റിയോടൊപ്പം ഞാൻ കടന്നു ചെന്നു. And the bank manager was really nice. ആ ബാങ്ക് മാനേജർ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. Lady was. ഒരു സ്ത്രീയായിരുന്നു. And she behaved really well. വളരെ നന്നായി നമ്മളോട് പെരുമാറി. And she said, you come and meet me next when you come, and all those things. പിന്നീട് വരുമ്പോൾ എന്നെ വന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു വളരെ സ്നേഹമായിരുന്നു. And I was at peace that everything was settled. ഞാനപ്പോൾ വളരെ സമാധാനത്തിലായി. ഓക്കെ, എല്ലാം ശരിയായി. And she said, next time, ma'am, you don't have to come, she told me. എന്നിട്ട് അവരിങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരേണ്ടതില്ല. To me she said, you don't have to come. രാജചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരണമെന്നില്ല. Yeah. So I was like, everything is settled, right? And next time auntie goes to the bank. അപ്പോൾ എല്ലാം ശരിയായി എന്ന് ചിന്തിച്ച് ഞാനിങ്ങനെ പോയിട്ട് അടുത്ത പ്രാവശ്യം ഈ ആന്റി ആ ബാങ്കിലോട്ട് പോയപ്പോൾ the same bank manager, അതേ ബാങ്ക് മാനേജർ behaved in a completely different way. വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് അവരോട് പെരുമാറിയത്. She shouted at that auntie saying, who are you? I don't remember you and all. See, she was very harsh and rude with that auntie. പെട്ടെന്ന് ആ ആന്റിയോട് വളരെ പൊട്ടിത്തെറിച്ചതുപോലെ സംസാരിക്കുവാൻ, നിങ്ങൾ ആരാണ്, എനിക്ക് നിങ്ങളെ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. So that auntie is a housemaid. ആ ആന്റി ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു ആന്റിയാണ്. You see the difference in the way people react seeing at your position and the way you are. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ സ്ഥാനമാനങ്ങൾ അനുസരിച്ച് വ്യക്തികൾ നമ്മളോട് പെരുമാറുന്നതിലുള്ള വ്യത്യാസമാണ്. That is the human nature. അതാണ് മാനുഷികമായിട്ടുള്ള പ്രകൃതി. And that is why God says, do not put your trust on man. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്. It can perish any moment. അത് ഏത് നിമിഷവും തകർന്നു പോകാം. And here also we see something like a brokenness only. നാം ഇവിടെയും കാണുന്നത് ഒരു തകർന്നതിനെയാണ്. This morning I was telling at Nedumangad church. ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നെടുമങ്ങാട് സഭയിൽ ഇങ്ങനെ പറയുകയുണ്ടായി. What was it? Pande Durbala Ippam Garbhani. മലയാളത്തിലൊരു ചൊല്ലാണ്, പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി. What does it mean? She was already weak, now she is pregnant also. അതിനർത്ഥം പണ്ടേ വളരെ ദുർബലയായിരുന്നു, ഇപ്പോൾ ഗർഭിണിയായി. Yeah, that means more of trouble in the body. അതായത് കുറച്ചുകൂടി പ്രശ്നങ്ങൾ വന്നു. Yes. Likewise, have you ever noticed that when you are clouded with issues, new issues also come?
അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും അതിന് മുകളിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. Something like that happened today. Like it was. Now I'm looking and I'm smiling at it because everything got settled. ഇന്ന് അതുപോലെ ചിലത് സംഭവിച്ചു. ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ വളരെ സന്തോഷത്തോടെയാണ്, കാരണം കർത്താവ് എല്ലാം നന്മയ്ക്കായി കൂടി ചെയ്തു. We traveled from Nedumangad. It was in a hurry. നാം നെടുമങ്ങാട് സഭയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വളരെ അധികം ഹരിബറിയായിരുന്നു. We forgot some of the gadgets ഇവിടെ കൊണ്ടുവരേണ്ട ചില ഉപകരണങ്ങളൊക്കെ നാം എടുക്കാൻ മറന്നുപോയി. for recording. റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിലതൊക്കെ എടുക്കാൻ There was lot of rush. ഒത്തിരി തിരക്കിട്ട് ഒരു സമയമായിരുന്നു. We reach here to know that the cable is not there. Something again. എത്തിയപ്പോഴാണ് കീബോർഡിന്റെ ഒരു കേബിൾ ഇല്ല എന്ന് മനസ്സിലായത്. It was like God. I wanted to complain. ആ സമയം എനിക്ക് കർത്താവിനോട് പരാതി പറയണമെന്നുണ്ടായിരുന്നു. But immediately I said, God, I thank you that these things are not there. എന്നാൽ ഉടനെ ഞാനിങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, കർത്താവേ ഈ പ്രശ്നങ്ങൾക്കൊക്കെയും അങ്ങേക്ക് നന്ദി. You know, we recorded without the mic. We had someone else who had the mic. We call the mic. നാം ആ മൈക്ക് ഇല്ലാതെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി അത് ഒരുക്കി നാം എല്ലാം ചന്തമായി ചെയ്യുവാനിടയായി തീർന്നു. We are in a hotel. നാം ഒരു ഹോട്ടലിലാണ് ആയിരിക്കുന്നത്. God brought a cable here in hotel also. ഈ ഹോട്ടലിലും കർത്താവ് ആവശ്യമായ കേബിളിനെ ഒരുക്കി. Yeah. And we are talking to you right now. അതുകൊണ്ട് തന്നെ നാം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. പണ്ടേ ദുർബല ഇപ്പ ഗർഭിണി, but God is good. കർത്താവ് നല്ലവൻ. Hallelujah. Hallelujah. So here we see that, or let me give you one more example. Somebody has a bank loan which is at, which is a very difficult thing for him to pay. നമുക്ക് വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു ബാങ്ക് ലോൺ ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് അത് അടച്ചു തീർക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. So he would be trying hard, working hard to somehow get it resolved. എന്നാൽ അതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് അടച്ചു തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒത്തിരി പ്രയത്നിക്കും. Morning to evening he is thinking about it. രാവിലെ മുതൽ വൈകിട്ട് വരെയും അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. And he is working towards it. അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു. He comes back home. തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരും. And he is only thinking about that. അദ്ദേഹം അതിനെക്കുറിച്ച് മാത്രമാണ് He is tensed about that. അതിനെക്കുറിച്ച് വളരെ വ്യാകുലപ്പെട്ടിരിക്കുന്നു. And his wife comes to him. എന്നിട്ട് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് അടുത്തേക്ക് വരുന്നു. Chata, you're not giving me your time. Yeah, you're not giving me. എനിക്ക് നിങ്ങളുടെ സമയം എനിക്ക് നൽകുന്നില്ല. You are not loving me anymore like you used to. എന്നെ മുന്നേ സ്നേഹിച്ചിരുന്നത് പോലെ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല. Or you're not doing this. ഇതൊന്നും എനിക്ക് ചെയ്തു തരുന്നില്ല. And then suddenly the son comes into the house. അപ്പോഴേക്കും മകൻ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. And he shows his report cards. തന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കുന്നു. Next month is the board exam. അടുത്ത മാസമാണ് ബോർഡ് എക്സാംസ് വരുന്നത്. Model exam reports. മോഡൽ എക്സാമിന്റെ മാർക്കുകളൊക്കെ കാണിച്ചു. The teachers could not give minus marks. So it is a 0 right now. മൈനസ് മാർക്ക് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് 0 എല്ലാത്തിനും. Yeah. So you see multiple things. There is a man who is so tensed about how to take care of the household. ആ ഒരു കുടുംബത്തെക്കുറിച്ച് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ പറ്റി ഒത്തിരി വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. In between that the wife is not understanding him. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തെ നല്ലോണം മനസ്സിലാക്കുവാനായി കഴിയുന്നില്ല. And the son is not even understanding his position and is not working towards the hard work that the father is doing. അതുപോലെ തന്നെ തന്റെ മകനും അത് മനസ്സിലാക്കാൻ കഴിയാതെ താനും നന്നായി പ്രയത്നിക്കുന്നില്ല. Women go complain and they finish off. Somewhat they get relaxed. സ്ത്രീകൾ പോയി അവരുടെ പരാതികളൊക്കെ പറഞ്ഞ് കുറെയൊക്കെ സമാധാനമായിരിക്കും. Men are not able to speak. എന്നാൽ പുരുഷന്മാർക്ക് പലപ്പോഴും തുറന്നു പറയുവാൻ കഴിയാറില്ല. But in their room, അവരുടെ മുറിയിൽ there is a moment when they want to break down. അവർക്കൊന്ന് എല്ലാം ഒന്ന് തുറന്നു പറയുവാനുള്ള ഒരു നിമിഷം. And I'm sure there are many people who are listening to me who have felt that I cannot carry it anymore. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എനിക്കിനി കുറച്ചുകൂടി പോലും ഇതൊന്നും ചുമക്കുവാൻ കഴിയുകയില്ല. You are at the verge of breakdown. ഞാൻ ആ തകരുന്നതിന്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുകയാണ്. And at this point, ആ ഒരു നിമിഷത്തിൽ there could also be relatives who say that you should go through this. You are like this. You were so proud.
എന്നാൽ ആ സമയത്ത് ഇതേ സമയത്ത് തന്നെ നമ്മെ കുത്തുവാക്കുകളാൽ വേദനിപ്പിക്കുന്നവരും ഉണ്ടായിരിക്കാം. നിനക്ക് ഇത് തന്നെ വരണം, നീ ഭയങ്കര അഹങ്കാരമല്ലായിരുന്നു എന്നൊക്കെ. Yeah. So all these sides there is pressure. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്നു. And people and the forces of darkness are waiting to see you fall. എന്നാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും അന്ധകാരത്തിന്റെ ശക്തിയും ഒക്കെ നിങ്ങൾ തകർന്നു വീഴുന്നത് കാണുവാനിരിക്കുന്നു. Human beings, മനുഷ്യർ and the powers of darkness, അന്ധകാരത്തിന്റെ ശക്തികൾ, everything wants to see you fall. എല്ലാം ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീഴുന്നത് കാണുവാനാണ്. That is the human nature and the nature of the evil devil. അതാണ് മനുഷ്യന്റെ പ്രകൃതിയും അതുപോലെ തന്നെ പിശാചിന്റെ ആഗ്രഹവും. But first, if you go to the next, this verse says, a bruised reed he will not break. എന്നാൽ ഇവിടെ വചനം പറയുന്നു, ചതഞ്ഞ ഓട് അവൻ ഒടിച്ചു കളയുകയില്ല. Can you go to the 4th verse? It says, he will not grow faint or be discouraged till he has established justice in the earth and the coastlands wait for his law. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. Thus says God the Lord, who created the heavens and stretched them, who spread out the earth and what comes from it, who gives breath to the people on it and spirit to those who walk in it. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെ അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു. This is written in the Bible. ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്. This was not written by Raji. ഇത് ഞാൻ എഴുതിയതല്ല. So see, this has written, it's written Holy Bible here. ഇതിൽ എഴുതിയിട്ടുണ്ട് വിശുദ്ധ വേദ പുസ്തകം. And across the world this is the same book. ലോകമെമ്പാടും ഇത് ഒരേ പുസ്തകം തന്നെയാണ്. No change anywhere. ഒരു മാറ്റവുമില്ല. This was written thousands and thousands of years ago. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ എഴുതപ്പെട്ട ഒരു പുസ്തകം. And it was written by the Spirit of God. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകം. And here it is written that the God who created the heavens and earth. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവം. If I need to get out of my bed this morning, God has to give me that strength to walk. എനിക്കിന്ന് രാവിലെ എന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് അതിനുള്ള ബലം തന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. I can take a breath in, and if I have to leave it out, God has to do it. എനിക്കൊരു ശ്വാസം അകത്തേക്ക് എടുത്ത് അത് പുറത്തേക്ക് വിടണമെന്നുണ്ടെങ്കിൽ അതിനും കർത്താവ് എനിക്ക് ആ ബലം തന്നാൽ And who is മാത്രമേ this? This is the maker of heaven and earth. എന്നാൽ ഇവിടെ പറയുന്നു, അവൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിതാവ്. And that God, that this book is written in the Spirit of God. അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ വചനം എഴുതപ്പെട്ടത്. And he says, I am the Lord. The verse 6 says, I am the Lord, I have called you in righteousness. I will take you by hand and keep you. I will give you as a covenant for the people, a light for the nations. യഹോവയായ ഞാൻ നിന്നെ നീതിയോട് വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. To open the eyes that are blind, to bring out the prisoners from the dungeon, from the prison who sit in darkness. കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്ന് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും. I am the Lord, that is my name, my glory I will give to no other, nor my praise to carved idols. ഞാൻ യഹോവ, അതുതന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. Behold, the former things have come to pass, and new things I now declare. Before they spring forth, I'll tell you of them. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു. ഞാൻ പുതിയത് അറിയിക്കുന്നു. അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. So here we see that the maker of heaven and earth is telling you. So anybody who has a Bible in their hand, or somebody would have given you by mistake one Bible, it is kept in your shelf somewhere. നിങ്ങളുടെ കയ്യിൽ ഒരു പക്ഷേ ഈ വചനം ഉണ്ടായിരിക്കാം. ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പക്ഷേ തന്ന നിങ്ങളുടെ അലമാരയിൽ എവിടെയെങ്കിലും ഒക്കെ Some ഇരിക്കുന്നുണ്ടായിരിക്കാം. corner it is lying all dusted. പൊടി പിടിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ You were കിടക്കുന്നുണ്ടായിരിക്കാം. walking on the road and somebody handed you the Bible. നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ ആരെങ്കിലും നിങ്ങൾക്കൊരു ചെറിയ ബൈബിൾ തന്നിരിക്കാം. That is your possession right now. അതാണ് നിങ്ങൾക്കുള്ള സമ്പത്ത്.
possession. It is your അത് now. നിങ്ങളുടേതാണിപ്പോൾ. So if that is yours now, this promise is also yours. അത് നിങ്ങളുടേതാണെങ്കിൽ ഇതിലുള്ള വാഗ്ദത്തങ്ങളും You go and നിങ്ങളുടേതാണ്. open and see it is written the same way. നിങ്ങൾ അതൊന്ന് തുറന്ന് വായിച്ചു നോക്കണം. ഇതുപോലെയാണ് അവിടെയും അത് എഴുതിയിരിക്കുന്നത്. You are crying about your debts and your family and your problems right now. ഈ സമയം നിങ്ങൾ നിങ്ങളുടെ കടബാധ്യതയെ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഒക്കെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. You are the same thing. പണ്ടേ ദുർബല ഇപ്പം ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് you know exactly like that. You are crying about things. നിങ്ങൾ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും And to കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. you God is saying, എന്നാൽ നിങ്ങളോട് കർത്താവ് ഇന്ന് പറയുന്നു, I will give you as a covenant for the people, a light for the nations. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ The second part. I will ഭൂമിയിൽ give you. ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, ധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി No, ദ്വീപുകൾ കാത്തിരിക്കും. sixth. യഹോവ, ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. To open the eyes of the blind, to bring out the prisoners. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും. And you would look at God and look at him and like, are you making fun of me, God? നിങ്ങൾ ദൈവത്തിനെ നോക്കി ഇങ്ങനെ പറയും, കർത്താവേ, നീ എന്നെ കളിയാക്കുകയാണോ? You sometimes feel like laughing. ചിലപ്പോ നമുക്ക് തന്നെ തോന്നും കർത്താവ് നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുവാണ്. Like I look at Soja. ഞാനിപ്പോ സോജയെ നോക്കും പോലെ. Yeah. So Soja always says, do not call me to the front. I will support you in the back. Anything I can do. സോജ സിസ്റ്റർ എപ്പോഴും പറയും, എന്നെ മുന്നിലേക്ക് വിളിച്ചൊന്നും ചെയ്യാൻ പറയരുത്, പുറകെ നിന്ന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. But I want to tell you that God is going to bring you to the front. He will push you to the front and you will be talking to millions of people. എന്നാൽ ഞാൻ പറയട്ടെ, കർത്താവിന് സഹോദരിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ആയിരങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് സഹോദരി ഉപയോഗിക്കും. When I am telling this to you or someone tells this to you, you might be like, God, are you making fun of me? എന്നാൽ ഞാനിത് സഹോദരിയോട് പറയുമ്പോഴോ ആരെങ്കിലും പറയുമ്പോഴോ ഇങ്ങനെ ചിന്തിക്കാം, കർത്താവ് നീ എന്നെ കളിയാക്കുവാണോ? But no, God has seen something in each one of you. എന്നാൽ അങ്ങനെയല്ല, കർത്താവ് നമ്മൾ ഓരോരുത്തരിലും ചിലത് കണ്ടിട്ടുണ്ട്. You have a story that no one else has. സഹോദരിക്കുള്ളത് മറ്റാർക്കും ഇല്ലാത്തൊരു കഥയാണ്. Your story is very different. സഹോദരിയുടെ കഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായതാണ്. None of us can relate to what you have gone through. സഹോദരി കടന്നുപോയതിലൂടെ മറ്റാർക്കും എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. And to those kind of people only you can reach out. അങ്ങനെയുള്ള ജനങ്ങളോട്, അങ്ങനെയുള്ള വ്യക്തികളോട് അടുക്കലേക്ക് ചെല്ലുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. There are souls or there are people on whom your name is written. നിങ്ങളുടെ പേര് എഴുതിയ വ്യക്തികൾ അവിടെയുണ്ട്. So is to you. So is to you. Everyone. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും അതുപോലെയാണ്. You know, my dear girl here, Danya. എന്റെ പ്രിയ സഹോദരി ധന്യ. You know, she didn't want to go to a particular college. സഹോദരിക്ക് ഇങ്ങനെ ഒരു കോളേജിൽ പോകണ്ട എന്നതായിരുന്നു ആഗ്രഹം. Literally pushed to the college. എന്നാൽ അതേ കോളേജിലേക്ക് തന്നെ പോകേണ്ടി വന്നു. She'll cry and come and tell me, and pastor, I don't want to go there. എന്നാൽ കരഞ്ഞുകൊണ്ട് എന്നോട് പാസ്റ്ററിനോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ആ കോളേജിലേക്ക് പോകണ്ട. But in that college there was a girl who was completely shattered and was waiting for Christ. എന്നാൽ അതേ കോളേജിൽ വളരെ തകർന്ന് നുറുക്കപ്പെട്ട ഒരു സഹോദരി ധന്യ വരുന്നതിന് വേണ്ടി കർത്താവിനെ അറിയുവാൻ കാത്തിരുന്നു. Hallelujah. ഹല്ലേലൂയ. So Danya was crying. ധന്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I don't want to go there. എനിക്ക് അവിടേക്ക് പോകണ്ട. But there was somebody who was crying even more. എന്നാൽ അതിലും അധികമായി കരയുന്ന ഒരു വ്യക്തി. God pushed you there. കർത്താവ് നിന്നെ അവിടേക്ക് തള്ളിക്കൊണ്ടുപോയി. I guess this is a story with everyone. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും. Who has a seal of Jesus upon them. നമ്മുടെ മേലൊക്കെയും കർത്താവിന്റെ ഒരു മുദ്രയുണ്ട്. Our tears have a purpose. നമ്മുടെ കണ്ണുനീരിനൊക്കെയും ഒരു പദ്ധതിയുണ്ട്. And we are going to see that. നാം ഓരോരുത്തരും അത് കാണുവാൻ പോകുന്നു. Today I'm not crying like I used to cry, right? ഞാൻ മുന്നേ കരഞ്ഞിരുന്നത് പോലെ ഇന്ന് ഞാൻ കരയേണ്ട ആവശ്യമില്ല. I'm a strong woman. You know, I have my mother-in-law sitting here. എന്റെ അമ്മായി അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. You know, somebody I look up to is her. ഞാൻ എപ്പോഴും നോക്കുന്ന എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. I know her stories, I think, more than anybody else. More than her sons also, I think so. തന്റെ മക്കൾ കരയുന്നതിനേക്കാൾ അധികമായി എനിക്ക് തന്നെ അറിയാം. And when I
realize what she has gone through, എന്തിലൊക്കെ കൂടെയാണ് പ്രിയ മാതാവ് കടന്നുപോയത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ I am amazed. How did she stand through this? ഞാൻ വളരെയധികം അതിശയിച്ചു പോയി. എങ്ങനെയാണ് ഇതിലൂടെയൊക്കെ താൻ തരണം ചെയ്തത്? When I complain and crib out smaller things, ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് തന്നോട് പോയി പരാതി പറയുമ്പോൾ immediately Holy Spirit reminds me, look at what she had gone through. അപ്പോഴേക്കും പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും, നീ നോക്ക് ഈ മാതാവ് എന്തിലൊക്കെ കൂടിയാണ് കടന്നുപോയത്. But I tell you, she was paying a price to bring up 2 kids who are going to touch thousands and thousands of lives. ആയിരക്കണക്കിന് ജനങ്ങളെ തൊടുവാനുള്ള 2 തലമുറകളെ വളർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള വില നൽകുകയായിരുന്നു. I tell you, God was taking her through that for that. അതിനുവേണ്ടിയാണ് കർത്താവ് ആ പ്രതികൂലത്തിലൂടെയൊക്കെയും തന്നെ കൊണ്ടുപോയത്. Your tears have a purpose you do not know right now. നിങ്ങളുടെ കണ്ണുനീരിനൊക്കെയും ഇന്ന് നിങ്ങൾക്ക് അറിയാത്ത ചില പദ്ധതികളുണ്ട്. I'm taking each one of your example, Bindu sister, Murli brother. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും ഒരു ഉദാഹരണമായി പറഞ്ഞാൽ മുരളി ബ്രദറിനെ എടുക്കുകയാണെങ്കിൽ, Bindu sister, ബിന്ദു സിസ്റ്റർ, you guys had a gap in your life. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു Gap. വലിയൊരു There was an emptiness, ഒരു ശൂന്യതയുണ്ടായിരുന്നു. but hasn't that emptiness got you more closer to God? എന്നാൽ ആ ഒരു ശൂന്യത കർത്താവുമായി നിങ്ങളെ കുറച്ചുകൂടി അടുപ്പിച്ചില്ലേ? And God has built you to put it into the lives of people who are going through that. അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ കർത്താവ് അതിലെത്തിച്ചില്ലേ? No, everybody here, ഓരോരുത്തരും, we all have shed tears. We are very familiar with it. നാം ഓരോരുത്തരും ഇതുപോലുള്ള കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. But it is for a purpose. എന്നാൽ അതൊക്കെയും കർത്താവിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. And he says in the 9th verse, behold, the former things have come to pass. New things I now declare. Before they spring forth, I tell you of them. അതിന്റെ 9ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുൻപേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. Today I am the voice that is telling this to you. ഞാൻ ഈ വചനം ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. This is the voice that is reaching out to you. ഈ ശബ്ദമാണ് നിങ്ങൾ ഓരോരുത്തരുടെയും അടുക്കലേക്ക് എത്തിച്ചേരുന്നത്. I am telling you of what is going to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. I am not an astrologer. ഞാനൊരു ജ്യോതിഷനല്ല. But I have the Spirit of God in me. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലുണ്ട്. And the Spirit of God is helping me read this word out to you as His promise to you. കർത്താവിന്റെ വാഗ്ദത്തമായ ഈ വചനം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. It says, the new things I now declare. അത് പറയുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു. New things I declare. ഞാൻ പുതിയത് അറിയിക്കുന്നു. New things I declare now. ഞാൻ പുതിയത് ഇന്ന് പ്രസ്താവിക്കുന്നു. And I am telling this to you before it is going to happen. അത് സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കുന്നു. In the prophetic realm I declare. ഞാൻ ഒരു പ്രവചനിക തലത്തിൽ നിങ്ങളോട് പറയട്ടെ, that very few of us sitting here, ഇന്ന് നാം വളരെ ചുരുക്കം പേരായി ഇവിടെ ആയിരിക്കുന്നു. within 6 months, ഇനി വരുന്ന 6 മാസത്തിൽ you won't have time to attend 2 services in Nedumangad and come here. നിങ്ങൾക്ക് 2 സർവീസ് നെടുമങ്ങാട് കഴിഞ്ഞ് ഇവിടേക്ക് വരുവാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകില്ല. You will have to start immediately after the first service to come here because there will be a lot of work to do here. നിങ്ങൾക്ക് ആദ്യത്തെ സർവീസ് കഴിഞ്ഞ് തന്നെ ഇവിടേക്ക് കടന്നു വരേണ്ടി വരും, കാരണം ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരിക്കും. We are going to reach a place where we will have thousands of volunteers only. നമുക്ക് ആയിരക്കണക്കിന് വോളണ്ടിയേഴ്സ് മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു സമയം ഉണ്ടാകുവാൻ പോകുന്നു. And you guys will be managing the volunteers only. നിങ്ങൾ ആ വോളണ്ടിയേഴ്സിനെ മാനേജ് ചെയ്യുന്നവരായി കർത്താവ് നിങ്ങളെ You will be മാറ്റുന്നു. managing people who are going to manage people. മറ്റു ജനങ്ങളെ ക്രമീകരിക്കുന്നവരെ നിങ്ങൾ ക്രമീകരിക്കുവാൻ പോകുന്നു. Today worship we sang and it was good. ഇന്ന് നമ്മള് വർഷിപ്പിന് ആരാധനയ്ക്ക് വേണ്ടി പാട്ടുപാടി. But now worship teams are going to come. എന്നാൽ ഇനി വർഷിപ്പ് ടീമുകൾ ഉണ്ടായി വരുവാൻ പോകുന്നു. There are many kids out there in the pubs and discos and all that. They are going to come here and use their skills and going to glorify God. പുറം ലോകത്ത് പബ്ബുകളിലും ക്ലബ്ബുകളിലും ഒക്കെ ഒത്തിരി യൗവനക്കാരുണ്ട്. അവരൊക്കെയും കടന്നു വന്ന് കർത്താവിന്റെ നാമത്തെ പ്രസിദ്ധീകരിക്കുവാൻ പോകുന്നു. 6 months we are moving to Greenfield Stadium.
6 മാസത്തിനുള്ളിൽ നാം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് I മാറുവാൻ പോകുന്നു. declare in the name of Jesus, 6 months we are moving to Greenfield Stadium. ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് പ്രസ്താവിക്കുന്നു. 6 മാസത്തിനുള്ളിൽ നമ്മൾ ഗ്രീൻഫീൽഡ് It is സ്റ്റേഡിയത്തിലേക്ക് മാറുന്നു. not us who is going to do it. നാം അല്ല അത് ചെയ്യുവാൻ പോകുന്നത്. God has promised, He said, nations that you do not know are coming to you. കർത്താവ് പറഞ്ഞു, നീ അറിയാത്ത ജാതി നിന്റെ അടുക്കലേക്ക് കടന്നു വരും. Because I have glorified you. കാരണം ഞാൻ നിന്നെ It മഹത്വീകരിച്ചിരിക്കുന്നു. says that my ways are not your ways. വചനം പറയുന്നു, എന്റെ വഴികളല്ല നിന്റെ വഴികൾ. His ways are above ours. അവന്റെ വിചാരം നമ്മുടെ വിചാരത്തിലും വലിയത്. Like a dam breaks, ഒരു പൊട്ടിത്തെറി പോലെ this thing is there is going to be a revival. ഒരു ഉണർവ് ഉണ്ടായി വരുവാൻ There is going to be a revival in the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു ഉണർവ് ഉണ്ടായി വരുവാൻ പോകുന്നു. Every person sitting here who has shed tears, you are going to be the reason of this revival. ഇവിടെ ആയിരുന്ന കണ്ണുനീർ വാർക്കുന്ന ഓരോരുത്തരും ഈ ഒരു ഉണർവിന്റെ ഭാഗമായി അതിനെ നയിക്കുവാൻ പോകുന്നു. We are going to see that. നാം അത് കാണുവാൻ പോകുന്നു. 6 months. 6 മാസം. 6 months. 6 മാസം. God has very clearly shown that to me. കർത്താവ് വളരെ വ്യക്തമായി എന്നോട് അത് പറയുന്നു. But in this 6 months, I don't know what all is going to happen. എന്നാൽ ഈ 6 മാസത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. But God is faithful. എന്നാൽ കർത്താവ് God വിശ്വസ്തൻ. is faithful. കർത്താവ് വിശ്വസ്തൻ. And we are trusting God for that. നാം കർത്താവിൽ ആശ്രയം വെക്കുന്നു. So I just want to close by saying, ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. you know, here it says that I will not give my glory to anybody. ഇവിടെ പറയുന്നു, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കുകയില്ല. You know, this morning also I was thinking, God, how will things happen? And again He reminds me, it is not your work, it is my work. ഞാൻ ഇന്ന് രാവിലെയും ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവ് എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പൊ കർത്താവ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ഇത് നിന്റെ ജോലിയല്ല, എന്റെ ജോലിയാണ്. He will glorify Himself. കർത്താവ് തന്നെ മഹത്വപ്പെടുത്തും. He will glorify Himself. കർത്താവ് തന്നെ മഹത്വപ്പെടുത്തും. He will glorify Himself in your life, Soja, Megha, Dhanya, Sinod brother, Nitish, Murli brother, everybody's life. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് തന്നെ മഹത്വീകരിക്കുവാൻ. And those who are listening to us from YouTube or the different channels that we have. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലും അതുപോലെ തന്നെ കർത്താവ് ചെയ്യും. You just observe my life. നിങ്ങൾ എന്റെ ജീവിതം തന്നെ നോക്കിയാൽ മതി. I'm not saying now. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല. Maybe you're not believing what I'm saying right now. ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസമായി എന്ന് വരില്ല. But you see, you just follow me just to see what God is going to do. നിങ്ങൾ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് എന്താണ് കർത്താവ് ചെയ്യുന്നതെന്ന് നോക്കൂ. I'm inviting you to follow me. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും എന്നെ പിന്തുടരുവാനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. And I want to tell you that you are going to see that God is a living God only by observing our lives. ഞാൻ പറയട്ടെ, എന്റെ ജീവിതം വീക്ഷിക്കുന്നതിലൂടെ മാത്രം നിങ്ങൾ അറിയുവാൻ പോകുന്നു യേശു ജീവനുള്ള ദൈവം. No, I'm just saying this as a challenge. ഞാനൊരു വെല്ലുവിളിയായി നിങ്ങളോട് ഇത് പറയുന്നു. You know, when I'm saying this, I might look like a fool to you, right? എന്നാൽ ഞാനിത് പറയുമ്പോൾ ഞാനൊരു വിഡ്ഢിയെ പോലെ നിങ്ങൾക്ക് തോന്നാം. But I tell you, you are going to see my life and you are going to see that Jesus is the living God who loves you for who you are. എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്റെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ പറയുവാൻ പോകുന്നു യേശു ജീവനുള്ള ഇന്നും ജീവിക്കുന്ന ദൈവം. I'm not saying I'm going to be the perfect one. ഞാൻ പറയുന്നത് ഞാൻ വളരെ യോഗ്യയായ ഒരു വ്യക്തി I'm എന്നല്ല. not boasting about myself ഞാൻ also. എന്നെ തന്നെ പുകഴ്ത്തുന്നതല്ല. I don't even know about tomorrow morning. എനിക്ക് നാളെ രാവിലെ എന്താകുമെന്ന് പോലും But അറിയില്ല. I know that God is living and He is faithful and He will flourish and He will do what He has promised. എന്നാൽ എനിക്കൊന്നറിയാം, എന്റെ ദൈവം ജീവനുള്ള ദൈവം, അവൻ സകലതും നിവൃത്തിയാക്കും. He is going to do that in your life as well. നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത് ചെയ്യുവാൻ Can we all പോകുന്നു. stand up in God's presence? നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? We are going to pray as a church now. നാം ഇന്ന് ഒരുമിച്ച് ഒരു സഭയായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. And we are going to pray നാം പ്രാർത്ഥിക്കുവാൻ പോകുന്നത് for the people in the area where we are standing right now. നാം ഇന്ന് നിൽക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. Some of you are watching me on Facebook, on YouTube, on Instagram.
നിങ്ങൾ ചിലരൊക്കെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ആയിരിക്കാം എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. I have only one message to tell you. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയുവാനുള്ളൂ. Jesus loves you. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Irrespective of your life and your background, Jesus loves you. നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. I'm not here to convert you. ഞാൻ നിങ്ങളെ മതം മാറ്റുന്നതിനല്ല ഇവിടെ ആയിരിക്കുന്നത്. There is no point in doing that. അത് ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമില്ല. But I want to give you a hope. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പ്രത്യാശ നൽകുവാൻ A ആഗ്രഹിക്കുന്നു. hope that no man or woman can give you. ഒരു മനുഷ്യനും നൽകുവാൻ കഴിയാത്ത ഒരു പ്രത്യാശ. See, I cannot come and change your mind. എനിക്കൊരിക്കലും നിങ്ങളുടെ മനസ്സ് മാറ്റുവാനായി കഴിയുകയില്ല. But standing here as I pray, some things are going to happen in your life. എന്നാൽ ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ മാറുവാൻ I പോകും. promise you there are certain things that are going to change in your life. ഞാൻ നിങ്ങളോട് ഉറപ്പായും പറയട്ടെ, ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ പോകുന്നു. If anybody of you is sick, നിങ്ങൾ ആരെങ്കിലും ഇന്ന് രോഗത്തിന്റെ ഭാരത്താലായിരിക്കുന്നുവെങ്കിൽ, or somebody is very sick in your family, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വളരെ രോഗാവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ, I'm going to pray for you in the name of Jesus. ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ If I come and tell you that Jesus is God, you will not believe. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കുകയില്ല. But if you see yourself or the person in your family healed, you will believe that Jesus is God. എന്നാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ രോഗം യേശു സൗഖ്യമാക്കിയാൽ, നിങ്ങളുടെ കുടുംബത്തിലെ ആ വ്യക്തിയുടെ രോഗം യേശു സൗഖ്യമാക്കിയാൽ നിങ്ങൾ Give me വിശ്വസിക്കും. that 1 minute of faith. ആ ഒരു നിമിഷത്തേക്കുള്ള ഒരു വിശ്വാസം എനിക്ക് നൽകാമോ? You have a broken family for months. ഒരുപക്ഷെ മാസങ്ങളായി നിങ്ങളുടെ ജീവിതം തകർന്ന ഒരു കുടുംബ ജീവിതമായിരിക്കാം. But this coming week, you are going to see changes in that brokenness. എന്നാൽ വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റങ്ങൾ കാണുവാൻ പോകുന്നു. You don't have a job for months. നിങ്ങൾക്ക് ഒരുപക്ഷെ മാസങ്ങളായി ജോലിയില്ലായിരിക്കാം. But in the coming week, you are going to see a breakthrough. എന്നാൽ വരുന്ന ആഴ്ചകളിൽ നിങ്ങൾ ഒരു വലിയ വിടുതൽ കാണുവാൻ പോകുന്നു. I'm not going to recommend you. ഞാൻ നിങ്ങളെ ഒരിടത്തുവയ്ക്കും നിങ്ങളെ കുറിച്ച് പറയുവാൻ പോകുകയല്ല. I'm not going to give you a job. ഞാൻ നിങ്ങൾക്കൊരു ജോലി തരികയല്ല. But as I pray for you, be it whatever area, I just gave you some examples. നിങ്ങളുടെ അത് ഏതൊരു തരത്തിലുള്ളതുമായിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോട് പറയാം. I am just giving you examples to think about the different areas where you're seeking help. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഒരു സഹായം വേണ്ടത്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. I'm going to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. Father, പിതാവേ, let all the hands rise up to heaven. നമുക്ക് ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. Father, in the name of your son Yeshua, പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ I pray for the people here. ഇവിടെ ആയിരിക്കുന്ന ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray for the people who are listening to me. നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. I who stand here, നാം ഇവിടെ ആയിരിക്കുമ്പോൾ we don't have anything to boast or claim. നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. But we pray in the name of your son Yeshua. എന്നാൽ അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Stretch forth your hands to perform wonders and miracles. അങ്ങയുടെ കരങ്ങളെ നീട്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും Stretch forth your hands to perform wonders and miracles. അങ്ങ് കരം നീട്ടി അത്ഭുതങ്ങളും അടയാളങ്ങളുമായിട്ട് ജീവിതത്തിൽ In the പ്രവർത്തിച്ചു. name of Jesus, യേശുവിന്റെ നാമത്തിൽ I command sick bodies to be healed right now. സകല രോഗാവസ്ഥയിലുള്ള ശരീരങ്ങളും സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. I command the migraines to leave them. മൈഗ്രെയിനുകൾ അവരുടെ ശരീരത്തെ വിട്ടു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. I command uteruses to be healed. ഗർഭപാത്രങ്ങൾ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. I command thyroid levels to be normal. തൈറോയ്ഡ് ലെവലുകൾ നോർമൽ ആകുവാൻ പ്രാർത്ഥിക്കുന്നു. I command the blocks in the heart to be removed. ഹാർട്ടിലുള്ള ബ്ലോക്കുകൾ മാറിപ്പോകട്ടെ. I command the deaf ears to open. കുരുട്ട് ചെവികൾ തുറന്നു വരുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. I command the eyes to be restored. കണ്ണുകൾ തുറന്നു വരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. I command asthma to be healed. കർത്താവെ, ആസ്മ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. I command hearts to be healed. കർത്താവെ, ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ. I command minds to be healed. കർത്താവെ, മനസ്സ് സൗഖ്യമാകട്ടെ. I command families to be healed. കർത്താവെ, കുടുംബ ജീവിതങ്ങൾ സൗഖ്യമാകുവാൻ I കൽപ്പിക്കുന്നു. command societies to be healed. സമൂഹം സൗഖ്യമാകുവാനായി കൽപ്പിക്കുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I cannot do anything. എനിക്കൊന്നും ചെയ്യുവാൻ But കഴിയില്ല. Lord, as I preach boldly, എന്നാൽ ഇന്ന് പ്രാഗൽഭ്യത്തോടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ you have to stretch forth your hands and
do wonders and miracles. അങ്ങ് തന്നെ അങ്ങയുടെ കരങ്ങളെ നീട്ടി അത്ഭുതങ്ങളും Stretch forth your hands to perform wonders and miracles, Lord. അങ്ങയുടെ കരങ്ങളെ നീട്ടി അങ്ങ് This is അത്ഭുതങ്ങളും your work, അടയാളങ്ങളും Lord. പ്രവർത്തിക്കണം. ഇത് അങ്ങയുടെ Your സമയം. kingdom, അങ്ങയുടെ your രാജ്യം, people. അങ്ങയുടെ ജനം, You send your power അങ്ങയുടെ ശക്തി and you അയച്ചാലും, heal അങ്ങ് and you സൗഖ്യമാക്കിയാട്ടെ, mend അങ്ങ് and you മെനഞ്ഞാട്ടെ, set them free. അവരെ സ്വതന്ത്രരാക്കിയാട്ടെ. Only to tell them one thing, ഒരു കാര്യം മാത്രം പറയേണ്ടതിന്, that you are the Son of the living God, അങ്ങ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു, and that they have an eternal life, അവർക്കൊരു നിത്യ ജീവനുണ്ട്, and that you love their soul. അങ്ങ് അവരെ സ്നേഹിക്കുന്നു. In Jesus' name I pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ Move, Holy Spirit. പരിശുദ്ധാത്മാവ് ചലിക്കണമേ. Amen. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. If at all you want to talk to us, if you want to open up your heart, you want to be prayed for, or anything, you can always reach out to us through these different social media handles. And you also have my number available. You can contact me on WhatsApp or call me. We will be more than happy to pray for you. Or you can visit us here at Flamingo Inn every Sunday 4:30 p.m.